ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം, അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു പ്രായം കഴിയുമ്പം അല്ലേ, എല്ലാവർക്കും ഈ ഒരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കവിളിൻ്റെ ഭാഗത്ത്, മൂക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ താടിയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു കറുത്ത ഒരു ഡിസ്കളറേഷൻ വരും. അപ്പോൾ ഇതിപ്പം നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞവരിൽ മാത്രമല്ല, ഇപ്പം പല കുട്ടികൾക്കും ഇപ്പോഴത്തെ ഹോർമോണൽ ഇംബാലൻസ് പോലത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക്, ഹോർമോണൽ ഇംബാലൻസിന് ചികിത്സ എടുക്കുന്നവർക്ക്, ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവർക്ക്, ഓക്കെ. പിന്നെ നമുക്കറിയാം, ആർത്തവവിരാമം ഉള്ളവർക്കായാലും ഇപ്പോൾ സ്കിന്നിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പുറമേ മാത്രമേ നിങ്ങൾക്ക് അറിയാം. ഇപ്പം നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ മരുന്നുകളുണ്ടാവും. മരുന്നുകളല്ല, പല പല ക്രീമുകളുണ്ടാവും. ഈ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്ത് കിഡ്നി അടിച്ചു പോയവരുടെയൊക്കെ കഥ നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പം നമുക്ക് തൽക്കാലം നമ്മുടെ ജീവിതചര്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, പിന്നെ ആയുർവേദത്തിൽ നമുക്കൊരു എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല മരുന്നുകളുടെ ഒരു ഗുണവും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അധികമായിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നവർക്കാണ് മെയിനായിട്ടിത് വരുന്നത്. പിന്നെ നമുക്കറിയാം, സ്ട്രെസ്സ്, ടെൻഷൻ ഇതൊക്കെ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ, നമ്മളുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവർക്കാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നമ്മുടെ മെലാനോസൈറ്റ്സിൻ്റെ പ്രവർത്തനം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഒരു അത് ചെയ്യുന്നവർ, ഇപ്പം നിങ്ങൾക്ക് പലരും ഉണ്ടാവും, ഒരുപാട് നല്ല വിലയേറിയ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാതെ നിങ്ങൾ പോയി വെയിൽ കൊള്ളുവാണെങ്കിൽ ഒരു കാര്യമില്ല. ഈ ചെയ്തതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകും. അതായത് നമ്മുടെ സ്കിന്നിന് നമ്മൾ പുറമേയും പരിചരണം കൊടുക്കണം, നമ്മൾ ഉള്ളിൽ നിന്നും പരിചരണം കൊടുക്കണം. അപ്പം നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉറക്കം നമുക്ക് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത് തന്നെ നമ്മുടെ സ്കിന്നിനൊരു പ്രത്യേക ഗ്ലോ തരുന്നുണ്ട്, നമുക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ട്. നമുക്കറിയാം, ഒരു ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരും 100,000 ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്നവരാണ്. ഈ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യവും നമുക്ക് കിട്ടുന്നു അല്ലേ. മനസ്സ് സന്തോഷമായിരിക്കുമ്പോഴാണ് വെളിയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും, നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഉറക്കം നല്ല രീതിയിൽ തന്നെ വേണം. ഇനി അമിതമായ ടീ, കോഫിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് സ്ട്രെസ്, ടെൻഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതൊരിക്കലും നല്ലതായിട്ടുള്ളൊരു പ്രവണതയല്ല. ഇത് നിങ്ങളുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യവും നമുക്ക് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്കറിയാം, ചില മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് കൊണ്ടായാലും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുക, ഈ മരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നം. അപ്പോൾ അവരതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും വേറൊരു മരുന്ന് മാറ്റിത്തരുമോ, വേറെ എന്തെങ്കിലും ഒരു പ്രതിവിധി അവർ പറയുകയോ ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അമിതമായി കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ചിലരുണ്ടല്ലേ, മാർക്കറ്റിൽ എന്ത് വന്നാലും അത് നമുക്ക് വാങ്ങി അതൊന്ന് ഉപയോഗിച്ചൊന്ന് നോക്കാതെ, അതും കണ്ടിന്യൂസ് ഉപയോഗിക്കത്തൊന്നുമില്ല, ഒരു ദിവസം 2 ദിവസം ഉപയോഗിക്കും, പിന്നെ ആ ഭാഗത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ അമിതമായിട്ടുള്ള കോസ്മെറ്റിക് സാധനങ്ങളുടെ ഉപയോഗം കൊണ്ട്, അതായത് നമ്മൾ ഈ പല പല സാധനങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ലെയറുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെയറിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്കും ഈ പ്രശ്നമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനിയും പാരമ്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അപ്പനമ്മമാർക്ക് ഈ ഒരു അവർക്കൊരു മധ്യവയസ്സൊക്കെ ആയ ടൈമിൽ അവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആഹാര രീതിയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? പൊതുവേ നല്ല ഒരു ഫെയർ കളറായിട്ടുള്ള ആളുകളുണ്ടല്ലേ. ചിലത് പറയാറുണ്ട്, ഞാൻ കുഞ്ഞിലെ നല്ല കളറായിരുന്നു, സ്കൂളിൽ പഠിച്ചപ്പോൾ കളറായിരുന്നു, കോളേജിൽ പഠിച്ചപ്പോൾ കളറായിരുന്നു, കല്യാണം കഴിഞ്ഞ് പിള്ളേരായി ദേ പോയി എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഇവിടെ നിങ്ങളുടെ ആഹാര ജീവിത രീതി കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആഹാര രീതി എന്ന് പറഞ്ഞാൽ, പൊതുവെ വാതപിത്ത പ്രകൃതിയുള്ളവരാണ് ഈ പറഞ്ഞ സ്കിൻ നേച്ചർ അല്ലെങ്കിൽ പിത്തപ്രകൃതിക്കാർ. ഭയങ്കര ഫെയർ സ്കിൻ, കാരണം ഈ ഫെയർ സ്കിന്നിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ എരിവും പുളിയുമുള്ള ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഈ എരിവും പുളിയുള്ള ആഹാരങ്ങളുടെ ഉപയോഗം കുറച്ചേ പറ്റുള്ളൂ. കാര്യം അത് നമ്മുടെ ബോഡി ഹീറ്റിനെ കൂട്ടുന്നു, രക്തത്തിൻ്റെ ഇംബാലൻസ് ഉണ്ടാക്കുന്നു. ഇത് മാത്രമല്ല, വേറെ പല സ്കിൻ പ്രോബ്ലംസും നമുക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഹാര രീതിയിൽ നമ്മൾ ഗണ്യമായ രീതിയിൽ മാറ്റം കൊണ്ടുവരിക. വെള്ളം നന്നായിട്ട് തന്നെ നമ്മൾ കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. അതിൻ്റെ ഇരട്ടി കുടിക്കണം എന്നല്ല പറയുന്നത്, അതനുസരിച്ച് കൃത്യമായ രീതിയിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ
നമ്മുടെ ബോഡി സെൽസിന് കറക്റ്റ് ഹൈഡ്രേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ ഉറക്കം, നമ്മുടെ വെള്ളം കുടി, ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആഹാര രീതി, ജീവിത രീതി, ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അധികമായിട്ട് നമ്മൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. കാര്യം അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഫുഡ് നന്നായിട്ട് ദഹിക്കില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വേറെ വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഇനി ആയുർവേദത്തിൽ എന്താണ് പറയുന്നത്? അപ്പോൾ പൊതുവേ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് ദേഹത്ത് നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും കൃത്യമായിട്ട് ദേഹത്ത് എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ അവരുടെ സ്കിന്നിൽ ചുളികളുണ്ടാവത്തില്ല, അവരുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവരോട് ചോദിക്കുകയും ചെയ്യും, നിങ്ങൾ ഏതെങ്കിലും പാർലറിൽ പോകുന്നുണ്ടോ, ഏതെങ്കിലും സ്കിൻ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊന്നും അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എണ്ണ തേക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഒന്ന്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നു. അത് മാത്രമല്ല, ഉറക്കത്തിന് ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ ഉറക്കം കിട്ടുന്നു. നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒഴുകി പോകുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. മാത്രമല്ല, ഇതൊക്കെ ഒരു സെൽഫ് കെയറിൻ്റെ ഭാഗമാണ്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലും ചിലർ വിചാരിക്കും, ഓ ആരെ ദേഹത്ത് എണ്ണ തേക്കാൻ പോകുന്നു. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ദേഹത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമുക്ക് വല്ല സ്കിന്നിൻ്റെ പ്രോബ്ലംസ് പൊതുവേ ഉള്ളവരാണെങ്കിൽ ആയുർവേദത്തിൽ പൊതുവേ നമ്മൾ രക്തമോക്ഷം എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ അട്ടയിട്ടിട്ട് നമ്മൾ രക്തത്തെ വലിപ്പിച്ചിട്ട് കളയാറുണ്ട്. അപ്പം അതൊരു രീതിയിലുള്ള രക്തമോക്ഷം. അല്ലാതെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് ഈ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി എന്ന് പറയും. ഇപ്പോൾ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ ചിലർക്കൊക്കെ എന്ന് പറയുമ്പോൾ ബോഡി പെയിനിന് ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്കിൻ ഡിസ്കളറേഷന് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായാലും നമുക്ക് ഗണ്യമായ രീതിയിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. ഇനി നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ തെറാപ്പിയിലേക്ക് പോകാം. അപ്പം ഇനി ആഹാരം. ഇപ്പോൾ വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, അതായത് തക്കാളി, ബെറി, ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ലെമൺ, അറിയാലോ, വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഇതിൽ അധികമായ പഞ്ചസാര ചേർത്ത് നിങ്ങളുടെ ഉള്ളിൽ കഴിക്കാൻ പാടില്ല. കുറച്ച് പഞ്ചസാര മാത്രം, പേരിന് മാത്രം ചേർത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കഴിക്കാം. പിന്നെ നമുക്ക് പുറമേ എന്താണ് വേറെ ചെയ്യാൻ പറ്റുക? പുറമേ ചെയ്യാൻ പറ്റിയ ഒന്ന്, ഒരു ഇത്തിരി മഞ്ചട്ടിപ്പൊടി, അതിൻ്റെ കൂടെ ഒരു ഇത്തിരി വെള്ളരിക്ക നീര് ചേർത്തിട്ട് ഏത് ഭാഗത്താണോ ഈ കരിമംഗല്യം ഉള്ളത്, ഇപ്പോൾ ഈ ഒരു ഭാഗത്താണുള്ളതെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിടുക. ഫുൾ മുഖം അല്ല അപ്ലൈ ചെയ്തിടേണ്ടത്. ഇനി എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ അല്ല അപ്ലൈ ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ. അത് ഉണങ്ങുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ റൗണ്ടായിട്ട് മസാജ് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ പൊതുവെയുള്ള സ്കിൻ കെയർ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചൂടുവെള്ളം വെച്ച് മുഖം കഴുകാൻ പാടില്ല, തണുത്ത വെള്ളം ഉപയോഗിച്ച് തന്നെ മുഖം കഴുകുക. അപ്പോൾ നിങ്ങൾ ഈ മുഖത്തേക്കുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സൊക്കെ നോക്കുമ്പം തണുപ്പ് ഉള്ള ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ മെലാനോസൈറ്റ്സിന് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം അങ്ങനെ ഒരു തെറാപ്പിയിലേക്ക് നിങ്ങൾ പോവുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇത്തിരി അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ നീരില്ലേ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത്, ഇതൊക്കെ നമുക്കൊരു സ്കിൻ കെയറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണ്, കുറച്ച് ഇരട്ടി മധുരപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ചട്ടിപ്പൊടി, ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ കുഴയ്ക്കുക. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ പാലിൽ കുഴയ്ക്കുക. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പനിനീരിൽ കുഴയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസിൽ കുഴയ്ക്കാൻ പറ്റും. ഇത് കുഴച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിടുക. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ വാഷ് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇത് ചെയ്യുമ്പം ഈ പറഞ്ഞ ഹെയർ റെമഡീസ് എല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കുറഞ്ഞ ഒരു 2-3 മാസമെങ്കിലും നിങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് മാത്രമല്ലാതെ നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അത് നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ നമ്മൾ കൊടുക്കണം. അപ്പം ഹൈഡ്രേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് നമുക്ക് പൊതുവേ ഡ്രൈനെസ് കൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസിങ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഇത്തിരി കറ്റാർവാഴയുടെ നീര്, അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി ഉരുക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട്, ഓക്കെ, അതായത് അലോവേറ ജെൽ, അതിൻ്റെ കൂടെ നമ്മൾ വിർജിൻ കോക്കനട്ട് ഓയിൽ, അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട്
പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ കുങ്കുമാതി തൈലം ഉപയോഗിക്കുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക്, എല്ലാ സ്കിന്നിനും പറ്റിയ പ്രോഡക്റ്റ് അല്ല കുങ്കുമാതി തൈലം. ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂക്കുരു വന്നിട്ടുണ്ടാവും. ഡ്രൈ സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കുകളുടെ കൂടെ ഒരു 3-4 തുള്ളി ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ എല്ലാ മേക്കപ്പുകളും നിങ്ങൾ ഒഴിവാക്കിയിട്ട് തന്നെ നിങ്ങളത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് തന്നെ നിങ്ങൾ കിടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ തിരിച്ച് കെയർ ചെയ്യും. ഓക്കെ, അപ്പം ഇനിയും മറ്റൊരു സബ്ജക്റ്റുമായി കാണാം.